ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 2006 പുറത്തിറങ്ങിയ മോണമോർ എന്ന സിനിമയെ പറ്റിയാണ്. മാർത്ത എന്ന സുന്ദരിയായ ഭാര്യയുടെ അടങ്ങാനാവാത്ത കാമവെറിയാണ് ഈ സിനിമയുടെ കഥ. ഈ സിനിമ പല തുണ്ട് സൈറ്റിലും കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമ വേറെ ലെവലാണെന്ന് പറയേണ്ടതില്ല. മാർത്തയുടെ ഭർത്താവ് ഒരു അടിപൊളി എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഡാരിയോ എന്നാണ്. അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. എല്ലാം വലിയ ഹിറ്റാണ്. എന്നാൽ ഭാര്യയെ കിടപ്പറയിൽ സംതൃപ്തിപ്പെടുത്താൻ ഡാരിയോയ്ക്ക് സാധിക്കുന്നില്ല. സിനിമയുടെ തുടക്കം തന്നെ ഒരു പരിപാടിയാണ്. മാർത്തയും ഭർത്താവ് ഡാരിയോയും ചേർന്നൊരു കലാപരിപാടി നടത്തുന്നു. വലിയ ആവേശത്തോടെ ഡാരിയോ മാർത്തയെ പരിപാടി നടത്താൻ തുടങ്ങി. മാർത്ത നല്ല രീതിയിൽ അത് ആസ്വദിക്കുന്നുണ്ട്. അങ്ങനെ മാർത്ത സുഖം പിടിച്ചു വന്നപ്പോഴേക്കും ഡാരിയോ മാർത്തയുടെ ഉള്ളിൽ ഒരു വിക്ഷേപണം നടത്തി. പോയി കഴിഞ്ഞപ്പോൾ തന്നെ ഡാരിയോ പരിപാടി അവസാനിപ്പിച്ചു. ഡാരിയോയുടെ ഉപഗ്രഹം ഇനി ചലിക്കില്ല എന്ന് ബോധ്യപ്പെട്ട മാർത്തയ്ക്ക് അത് സഹിക്കാനാകുന്നില്ല. അവൾക്ക് ഒന്നും ആയിട്ടുണ്ടായില്ല. മാർത്തയ്ക്ക് ദേഷ്യവും വിഷമവും അടക്കാനാകുന്നില്ല. അവൾ അവിടെ നിന്ന് എണീറ്റ് ബാത്ത് ടബിൽ പോയി വിക്ഷേപണത്തിന് ബാക്കി അവിടെ കഴുകിക്കളയുന്നു. മാർത്ത അതെല്ലാം കഴുകിക്കളഞ്ഞു അവളുടെ ഡയറി എടുത്ത് എഴുതാൻ തുടങ്ങി. ഞാനും ഡാരിയോയും പ്രണയിച്ചു വിവാഹിതരായി. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 6 മാസം തികയുന്നു. വിവാഹത്തിന് ശേഷം എനിക്ക് ഇതുവരെ ഡാരിയോയുടെ പരിപാടിയിൽ സംതൃപ്തി കിട്ടിയിട്ടില്ല. ഇതുവരെ എനിക്ക് പോയിട്ടില്ല. എന്തുകൊണ്ടാണിങ്ങനെ? എന്താണ് എനിക്ക് പറ്റിയത്? അവൾ ഡയറി എടുത്തു വെച്ചിട്ട് ഡാരിയോയുടെ അടുത്ത് പോയി കിടക്കുന്നു. ഡാരിയോ പോത്തുപോലെ കിടന്നുറങ്ങുന്നു. എന്നാൽ മാർത്തയ്ക്ക് ഉറക്കം വരുന്നില്ല. അവൾ അവരുടെ വിവാഹത്തിന് മുൻപുള്ള ജീവിതം ഓർക്കുന്നു. ഡാരിയോ തന്നെ പലയിടത്തും കൊണ്ടുപോയി പരിപാടി നടത്തിയിട്ടുണ്ട്. അതൊക്കെ നല്ല അടിപൊളി പാലുകാച്ചലുകൾ ആയിരുന്നു. അന്നൊക്കെ മാർത്ത അത് ശരിക്കും ആസ്വദിക്കുമായിരുന്നു. അന്ന് ഡാരിയോയ്ക്ക് നല്ല സ്റ്റാമിന ആയിരുന്നു. മാർത്തയ്ക്ക് പോയി കഴിഞ്ഞിട്ട് മാത്രമേ ഡാരിയോ വിക്ഷേപിക്കാറുള്ളൂ. എന്നാൽ ഇപ്പോൾ ഡാരിയോ സ്വന്തം കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ. അടുത്ത ദിവസം മാർത്ത നേരം വൈകിയാണ് എഴുന്നേറ്റത്. ഡാരിയോയെ അവിടെ കാണുന്നില്ല. ഡാരിയോ മാർത്തയ്ക്ക് വായിക്കാനായി അദ്ദേഹത്തിൻ്റെ പുതിയ ബുക്ക് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. മാർത്ത അതെടുത്ത് വായിക്കുന്നു. ഡാരിയോ നല്ല അടിപൊളി കളിക്കാരൻ്റെ കളിയെക്കുറിച്ചാണ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. മാർത്ത ബാത്റൂമിൽ പോയി ചീച്ചി ഒഴിക്കുന്നു. തിരിച്ചു വന്ന് അവൾ ആ പുസ്തകം വായിക്കുന്നു. ഡാരിയോ അതിൽ ഫുൾ തൊണ്ടുകഥയാണ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. മാർത്തയ്ക്ക് നല്ല അടിപൊളി മൂടായി. അവൾ കാലിനിടയിൽ ഒരു കൈക്രിയ നടത്തുന്നു. അവൾ സുഖം കൊണ്ട് പുളയുന്നു. അപ്പോഴേക്കും ഡാരിയോ അവിടേക്ക് വന്നു. അവൾ പരിപാടി നിർത്തി ഉറങ്ങുന്നത് പോലെ കിടക്കുന്നു. ഡാരിയോ മാർത്തയുടെ അടുത്ത് വന്ന് ബുക്ക് തപ്പിയെടുത്ത് എന്തോ എഴുതി വെച്ചിട്ട് അവിടെ നിന്ന് പോയി. ഡാരിയോ പോയി കഴിഞ്ഞപ്പോൾ മാർത്ത ആ ബുക്ക് എടുത്ത് നോക്കി. അവിടെ ഒരു പെയിൻറ്റിങ് എക്സിബിഷൻ നടക്കുന്നുണ്ട്. പോയി കാണാനാണ് ഡാരിയോ എഴുതിയിരിക്കുന്നത്. അവൾക്ക് ദേഷ്യം വരുന്നു. അവൾ ആ ബുക്ക് എടുത്ത് ഒരു വീക്ക് കൊടുക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മാർത്ത ഡാരിയോ പറഞ്ഞ ആ എക്സിബിഷന് പോയി. അവൾ അവിടെ പല ആർട്സും നോക്കി കാണുന്നു. എല്ലാം അടിപൊളി തുണ്ടുപടങ്ങൾ തന്നെയാണ്. അവൾ ആ രൂപങ്ങളിലെ സംഗതികളൊക്കെ നോക്കി കാണുന്നു. അവൾക്ക് അതൊക്കെ കണ്ടപ്പോൾ കൊതി തോന്നുന്നു. എന്നാൽ ആ സമയം മാർത്തയെ ഒരു ചെറുപ്പക്കാരൻ നോട്ടമിടുന്നു. അവൻ മാർത്തയുടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു. മാർത്തയുടെ ഫോട്ടോ എടുക്കുന്നതിനിടെ മാർത്ത അവനെ കാണുന്നു. അവൻ്റെ നോട്ടം അത്ര പന്തിയില്ലായിരുന്നു. മാർത്തയ്ക്ക് അത് പണിയാകും എന്ന് മനസ്സിലായി. അവൾ അവിടെ നിന്ന് ഓടി. എന്നാൽ ഒരു വലിയ ഹാളിലെത്തിയപ്പോൾ നല്ല അടിപൊളി പരിപാടിയുടെ പടം മാർത്ത കാണുന്നു. അവൾ അത് കൊതിയോടെ കാണുന്നു. എന്നാൽ ആ പയ്യൻ പിന്നാലെ വന്ന് മാർത്തയുടെ പിന്നാമ്പുറത്ത് പിടിക്കുന്നു. എന്നാൽ എന്താണ് നീ കാണിക്കുന്നത്? എന്നെ വിടൂ എന്നൊക്കെ മാർത്ത പറയുന്നു. എന്നാൽ ആ പയ്യൻ അതൊന്നും വകവെച്ചില്ല. അവൻ മാർത്തയ്ക്ക് അടിപൊളി ഉമ്മ കൊടുക്കുന്നു. പെട്ടെന്ന് മാർത്തയ്ക്ക് മൂഡ് മാറി. അവൾ അവന് കീഴ്പ്പെട്ടു. അവൻ നല്ല അടിപൊളി സ്മൂച്ച് കൊണ്ട് ആറാടി. അവൻ്റെ കൈകൾ കൊണ്ടുള്ള പിന്നാമ്പറ കളികൾ മാർത്തയ്ക്ക് ഇഷ്ടപ്പെട്ടു. അവർ അങ്ങനെ പരിപാടി നടത്തുന്നതിനിടെ കുറേ കോളേജ് സ്റ്റുഡൻസ് അവിടേക്ക് വന്നു. അവരുടെ പരിപാടി തടസ്സപ്പെടുത്തി. മാർത്ത അവിടെ നിന്ന് പോയി. എന്നാൽ ആ പയ്യന് മാർത്തയെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. മാർത്തയുടെ പിന്നാമ്പുറത്ത് പരിപാടി നടത്തിയ കൈകൾ അവൻ മണത്തു നോക്കി. വീട്ടിലെത്തിയ മാർത്ത കുളിക്കുന്നതിനിടെ ഡാരിയോ അവിടേക്ക് വരുന്നു. എന്തിനാണ് എൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് ഏർപ്പെടുത്തിയതെന്ന് മാർത്ത ഡാരിയോയോട് ചോദിക്കുന്നു. ഡാരിയോ മാർത്തയുടെ അടുത്ത് വന്ന് അവളുടെ അമ്മിനെ പിടിച്ച് ഇത് ഒരുപാട് എനിക്കിഷ്ടമാണ് എന്ന് പറയുന്നു. മാർത്തയ്ക്ക് ദേഷ്യം വരുന്നു. അതൊക്കെ പോട്ടെ, ഇന്നും ഒരു ഹോട്ടലിൻ്റെ ഉദ്ഘാടനമുണ്ട്. നീ അവിടെ എൻ്റെ കൂടെ വരണം. ഒരുപാട് എഴുത്തുകാരും സാഹിത്യകാരന്മാരും ഉണ്ടാകും. നിനക്ക് അവരെ ഒക്കെ കാണാം എന്നൊക്കെ ഡാരിയോ മാർത്തയോട് പറയുന്നു. ഇത് മാത്രമല്ല, നീ അവിടേക്ക് വരുമ്പോൾ ഷഡ്ഡി ഇടണ്ട എന്നുകൂടി ഡാരിയോ പറയുന്നു. അന്ന് വൈകിട്ട് ഡാരിയോയുടെ കൂടെ മാർത്തയും ഹോട്ടലിലെ പരിപാടിക്ക് പോകുന്നു. അവിടെ കുറേ തൊണ്ട് സാഹിത്യകാരന്മാർ ഉണ്ടായിരുന്നു. ഡാരിയോ പറഞ്ഞതുപോലെ മാർത്ത ഡ്രസ്സിനടിയിൽ ഷഡ്ഡി ഇട്ടിരുന്നില്ല. മാർത്തയ്ക്ക് ആ പരിപാടി ബോറടിക്കുന്നു. അവൾ അവിടെയെല്ലാം നടക്കുന്നു. അപ്പോൾ അവിടേക്ക് ആ ചെറുപ്പക്കാരൻ വരുന്നു. അവർ പരിചയപ്പെടുന്നു. ലിയോൺ എന്നാണ് അവൻ്റെ പേര്. അവൻ മാർത്തയെ പലയിടത്തും തടവാൻ തുടങ്ങി. ഇവിടെ വെച്ച് വേണ്ട എന്ന് മാർത്ത പറയുന്നു. ലിയോൺ മാർത്തയെ ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. എന്നാൽ ഇതെല്ലാം ഡാരിയോ കാണുന്നുണ്ടായിരുന്നു. ലിയോൺ മാർത്തയുടെ പിന്നാമ്പുറത്ത് പണി ആരംഭിച്ചു. അവർ തമ്മിൽ ഉമ്മ വെച്ചു. നീ ആരാണ്? നീ എന്താണ് ഇവിടെ? നിന്റെ ജോലി എന്താണ് എന്നൊക്കെ മാർത്ത ലിയോണിനോട് ചോദിച്ചു. എന്നാൽ ലിയോൺ മാർത്തയെ മുട്ടുകുത്തിച്ച് നിർത്തി. എന്നിട്ട് പി കാണിച്ചു കൊടുത്തു. മാർത്തയ്ക്ക് പി ഇഷ്ടപ്പെട്ടു. അവൾ പി ഊതാൻ തുടങ്ങി. അപ്പോഴേക്കും മാർത്തയുടെ കൂട്ടുകാരി അവിടേക്ക് വന്നു. മാർത്തയും ലിയോണും പരിപാടി നിർത്തി. കൂട്ടുകാരി മാർത്തയെ ബാത്റൂമിലേക്ക് കൊണ്ടുപോയി. ഡാരിയോയ്ക്ക് പഴയ ഉഷാറില്ല. എനിക്കും ഒന്നും ആവുന്നില്ല എന്നൊക്കെ മാർത്ത കൂട്ടുകാരിയോട് പറഞ്ഞു. നീ നല്ല പണിക്കാരെ കിട്ടുകയാണെങ്കിൽ അവരുടെ കൂടെ പരിപാടി നടത്താൻ കൂട്ടുകാരി ഉപദേശിക്കുന്നു. അന്ന് രാത്രി ഡാരിയോയും മാർത്തയും തമ്മിൽ അടിയാകുന്നു.
എന്നാൽ ഡാരിയോ അയാളുടെ ദേഷ്യം തീർക്കാനായി ഡ്രസ്സ് ഊരി മാർത്തയെ പണിയാൻ ആരംഭിച്ചു. എല്ലാ ദിവസവും പോലെ വലിയ ആവേശത്തിൽ ഡാരിയോ പണി ആരംഭിച്ചു. എന്നാൽ പതിവ് പോലെ ഡാരിയോ ഒന്ന് വിക്ഷേപിച്ചു. അതോടെ സ്റ്റാമിന തീർന്നു. ഡാരിയോ തളർന്നു കിടപ്പായി. അടുത്ത ദിവസം രാവിലെ മാർത്തയ്ക്ക് ഒരു കത്ത് കിട്ടുന്നു. ഒരു അഡ്രസ്സാണ് അതിൽ. ലിയോൺ മാർത്തയോട് ഒരു സ്ഥലത്ത് വരാൻ പറഞ്ഞാണ് കത്തിൽ എഴുതിയിരിക്കുന്നത്. ഷഡ്ഡി ഇടണ്ട എന്ന് അതിൽ പ്രത്യേകം എഴുതിയിരുന്നു. മാർത്തയ്ക്ക് സന്തോഷമായി. അവൾ ഷഡ്ഡി ഇടാതെ ആ അഡ്രസ്സിലേക്ക് പോയി. അതൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അവൾ അവിടെ ഇരുന്നു. എന്നാൽ ലിയോൺ അവിടേക്ക് വന്നില്ല. മാർത്ത ഒരുപാട് സമയം ലിയോണിന് വേണ്ടി കാത്തിരുന്നു. കാണാതായപ്പോൾ മാർത്ത അവളുടെ പേഴ്സിൽ നിന്ന് ഷഡ്ഡി എടുത്ത് ഇടാൻ തുടങ്ങി. അപ്പോഴേക്കും ലിയോൺ അവിടേക്ക് വന്നു. വന്ന വഴി ലിയോൺ മാർത്തയ്ക്ക് ഒരു കൈപ്രയോഗം ചെയ്തു കൊടുത്തു. മാർത്തയുടെ കിളിയും പോയി. അതോടൊപ്പം മാർത്ത ഒരു വിക്ഷേപണവും നടത്തി. അതിനുശേഷം ലിയോൺ മാർത്തയെ ബാത്റൂമിൽ കൊണ്ടുപോയി. അവളെ കുനിച്ചു നിർത്തി പിന്നാമ്പുറത്ത് പരിപാടി ആരംഭിച്ചു. ഇതുവരെ കിട്ടാത്ത ആ അനുഭൂതി മാർത്തയ്ക്ക് ലിയോൺ സമ്മാനിച്ചു. അവൻ അവൻ്റെ സർവ്വശക്തിയും മാർത്തയുടെ മേൽ പ്രയോഗിച്ചു. മാർത്ത സുഖം കൊണ്ട് ഓരിയിട്ടു. എന്നാൽ ലിയോൺ അവളുടെ വാ പൊത്തിപ്പിടിച്ചു. അങ്ങനെ അവർ അടിപൊളി പരിപാടി നടത്തി. അന്ന് രാത്രി വീട്ടിലെത്തിയ മാർത്തയുമായി ഡാരിയോ വഴക്കടിക്കുന്നു. നീ എവിടെ പോയി എന്നൊക്കെ ഡാരിയോ ചോദിക്കുന്നു. ഡാരിയോയ്ക്ക് മാർത്തയെ സംശയം തോന്നുന്നു. ഡാരിയോ മാർത്തയെ തല്ലുന്നു. സങ്കടം സഹിക്കാനാകാതെ വന്നപ്പോൾ മാർത്ത അവിടെ നിന്ന് പോയി. എന്നാൽ ഡാരിയോ മാർത്തയുടെ സാധനങ്ങൾ എല്ലാം പരിശോധിക്കുന്നു. ഒടുവിൽ അവളുടെ ഡയറി ഡാരിയോയ്ക്ക് കിട്ടുന്നു. ഡാരിയോ അതെടുത്ത് വായിക്കുന്നു. ഡാരിയോയ്ക്ക് അന്ന് വരെ നടന്ന കാര്യങ്ങൾ ബോധ്യമാകുന്നു. തനിക്ക് മാർത്തയെ സംതൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല എന്ന് ഡാരിയോയ്ക്ക് മനസ്സിലായി. അവൾ ലിയോണുമായി പരിപാടി തുടങ്ങിയെന്നും ഡാരിയോയ്ക്ക് പിടികിട്ടി. കുറച്ചു കഴിഞ്ഞപ്പോൾ മാർത്ത ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റു. അവൾക്കായി ഡാരിയോ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് ക്ഷമിക്കൂ, എൻ്റെ തെറ്റിനും മാപ്പ്. നിന്നെ ഇനി ഞാൻ അവഗണിക്കില്ല. നിന്നെ സംതൃപ്തിപ്പെടുത്താൻ എന്നെക്കൊണ്ട് സാധിക്കും എന്നൊക്കെ ഡാരിയോ എഴുതിയിരുന്നു. എന്നാൽ ആ കത്ത് വലിച്ചെറിഞ്ഞ് അവൾ ഇനി ഡാരിയോയെ എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞു. അവിടെ നിന്ന് പോകാൻ മാർത്ത ഡ്രസ്സ് ചെയ്യുന്നു. അവൾ അവളുടെ ഷഡ്ഡി ആ ലെറ്ററിൻ്റെ മുകളിൽ ഇട്ടിട്ട് ഇത് ഇനി എനിക്ക് ആവശ്യമില്ല എന്ന് പറയുന്നു. മാർത്ത നേരെ ലിയോണിനെ കാണാൻ പോകുന്നു. അവൾ ലിയോണിൻ്റെ മുറിയിലേക്ക് പോകുന്നു. ലിയോണിനെ കണ്ട വഴി മാർത്ത അവനെ ഉമ്മവയ്ക്കുന്നു. അവൻ പരിപാടി ആരംഭിക്കുന്നു. ലിയോൺ മാർത്തയെ ഉമ്മവച്ചു. മാർത്തയ്ക്ക് മൂടായി. ലിയോൺ മാർത്തയുടെ താഴേക്ക് പോയി നല്ല അടിപൊളി പരിപാടി ചെയ്തു കൊടുത്തു. മാർത്തയുടെ കൺട്രോൾ പോയി. മാർത്ത താഴേക്ക് ഇറങ്ങി ലിയോണിന് ഒരു പീപ്പി ഊതി കൊടുത്തു. രണ്ടാൾക്കും നല്ല അസൽ ആവേശം തോന്നി. അവർ നേരെ പരിപാടി ആരംഭിച്ചു. അങ്ങനെ അടിപൊളി പരിപാടി നടത്തി. പരിപാടി കഴിഞ്ഞപ്പോൾ ലിയോൺ അവിടെ നിന്ന് പോയി. എന്നാൽ മാർത്ത ശരിക്കും തളർന്നു ഉറങ്ങി. മാർത്ത ഉറങ്ങിയപ്പോൾ ലിയോൺ അവളുടെ പടം വരച്ചു. എന്നാൽ മാർത്ത ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ലിയോൺ വന്ന് ഇനി കണ്ണ് കെട്ടിയിട്ട് ഒരു പരിപാടി ആരംഭിക്കാം എന്ന് അവൻ പറഞ്ഞു. മാർത്ത ഓക്കെ പറഞ്ഞു. അങ്ങനെ ലിയോൺ മാർത്തയുടെ കണ്ണ് ഒരു കറുത്ത തുണി കൊണ്ട് കെട്ടി. കണ്ണ് കെട്ടിക്കഴിഞ്ഞപ്പോൾ ലിയോന്റെ ഒരു കൂട്ടുകാരൻ റൂമിലേക്ക് വരുന്നു. ഒച്ചയും അനക്കവും ഇല്ലാതെ അവൻ മാർത്തയുടെ അടുത്ത് ചെന്ന് അവളെ സുഖിപ്പിച്ചു. എന്നാൽ മാർത്തയ്ക്ക് അത് ലിയോൺ അല്ല എന്ന് മനസ്സിലായി. ആരാണ് ഇത് എന്ന് മാർത്ത ലിയോണിനോട് ചോദിച്ചു. അതൊന്നും കുഴപ്പമില്ല, എന്നെ വിശ്വസിക്കൂ എന്ന് ലിയോൺ പറഞ്ഞു. മാർത്തയ്ക്ക് ലിയോണിന്റെ കൂട്ടുകാരനെ ഇഷ്ടപ്പെട്ടു. കൂട്ടുകാരൻ മാർത്തയുമായി പരിപാടി ആരംഭിച്ചു. കൂട്ടുകാരൻ നല്ല അടിപൊളി കളിക്കാരനാണ്. അവൻ പുതിയ നമ്പറുകൾ മാർത്തയ്ക്ക് ചെയ്തു കൊടുത്തു. മാർത്തയ്ക്ക് അവന്റെ പുതിയ രീതികൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്നാൽ ഈ സമയം അവർ തമ്മിലുള്ള പരിപാടി ലിയോൺ പടം വരയ്ക്കുകയും ഫോട്ടോ എടുക്കുകയും വീഡിയോ ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ ലിയോണും മാർത്തയും ഒരു റെസ്റ്റോറൻറ്റിൽ പോയി. അവിടെ ചെന്നപ്പോൾ മാർത്ത ലിയോണിന്റെ മടിയിൽ കയറിയിരിക്കുന്നു. ലിയോൺ കൈപ്രയോഗവും പരിപാടിയും ആ പൊതുസ്ഥലത്ത് വെച്ച് നടത്തി. എല്ലാവരും ഈ പരിപാടി കണ്ടു. എന്നാൽ മാർത്തയും ലിയോണും അതൊന്നും ശ്രദ്ധിച്ചില്ല. അവർ പരിപാടി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി. ഒടുവിൽ ലിയോൺ ഒരു വിക്ഷേപണം മാർത്തയിൽ നടത്തി. മാർത്തയ്ക്ക് സന്തോഷമായി. മാർത്ത വീട്ടിലെത്തിയപ്പോൾ അണ്ടിപോയ അണ്ണാനെ പോലെ ഇരിക്കുന്ന ഡാരിയോയെ കാണുന്നു. മാർത്ത അവളുടെ ഡയറി അന്വേഷിക്കുന്നു. ഡാരിയോ, ഇതാണോ നീ അന്വേഷിക്കുന്നതെന്ന് മാർത്തയോട് ചോദിക്കുന്നു. ഡാരിയോ കലിപ്പിലാണ്. എനിക്ക് നിന്റെ എല്ലാ പരിപാടികളും അറിയാം, ഞാൻ ഇതെല്ലാം വായിച്ചു എന്നൊക്കെ ഡാരിയോ മാർത്തയോട് പറയുന്നു. അവർ തമ്മിൽ വഴക്കടിക്കുന്നു. ഒടുവിൽ നിന്നെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നും പറഞ്ഞ് ഡാരിയോ ഡ്രസ്സ് അഴിച്ച് പരിപാടി ആരംഭിച്ചു. നല്ല ആവേശത്തോടെ ഡാരിയോ പരിപാടി നടത്തി. മാർത്തയ്ക്ക് ആ പരിപാടി ഇഷ്ടപ്പെട്ടു തുടങ്ങി. അവൾ അത് നന്നായി ആസ്വദിച്ചു. അവൾക്ക് തൻ്റെ പഴയ കളിക്കാരനായ ഡാരിയോയെ തിരിച്ചു കിട്ടിയെന്ന് മനസ്സിലായി. പതിവ് പോലെ ഡാരിയോ പെട്ടെന്ന് വിക്ഷേപണം നടത്തിയില്ല. ഡാരിയോ സർവ്വശക്തിയും എടുത്ത് മാർത്തയെ സുഖിപ്പിച്ചു. അവരുടെ പരിപാടി മണിക്കൂറുകൾ നീണ്ടു. മാർത്തയെ ഇത്തവണ ഡാരിയോയ്ക്ക് സംതൃപ്തിപ്പെടുത്താൻ സാധിച്ചു. മാർത്തയും അവളുടെ കൂട്ടുകാരിയും ചേർന്ന് നടത്തിയ ഒരു പ്ലാൻ ആയിരുന്നു ഇത്. ഡാരിയോയെ ഉഷാറാക്കാൻ ഒരു പയ്യനെ കണ്ടുപിടിച്ചു. അത് ഡയറിയിൽ എഴുതി ഡാരിയോയെ അറിയിക്കണം. അങ്ങനെ പഴയ ഡാരിയോയെ വീണ്ടെടുക്കണം എന്നായിരുന്നു മാർത്തയുടെ പ്ലാൻ. അവൾ അതിൽ വിജയിക്കുകയും ചെയ്തു. എന്നാൽ മാർത്തയെ കാത്ത് താഴെ ലിയോൺ കാത്തു നിൽക്കുന്നു. എന്നാൽ മാർത്ത ലിയോണിനെ കാണാൻ വന്നില്ല. അവൾക്ക് പഴയ ഡാരിയോയെ തിരിച്ചു കിട്ടിയിരുന്നു. ഇനി തനിക്ക് ലിയോണെ വേണ്ട എന്ന് അവൾക്ക് മനസ്സിലായി. എന്നാൽ ലിയോൺ മാർത്തയെ കാത്തു ഒരുപാട് സമയം നിൽക്കുന്നു. അപ്പോഴേക്കും മാർത്തയുടെ കൂട്ടുകാരി അവിടേക്ക് വരുന്നു. അവൾ അവളുടെ ബോയ്ഫ്രണ്ടിനെ ഉപേക്ഷിച്ച് ലിയോണിന്റെ കൂടെ പോകുന്നു. അങ്ങനെ സിനിമ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പോയി ഒരു കൈക്രിയ നടത്താൻ അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.